എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് നോർത്ത് അയർലൻഡിലാണ്. ഇവിടെ സ്റ്റെയർവേ ടു ഹെവൻ എന്നുള്ളൊരു സ്ഥലം കാണാൻ വേണ്ടി വന്നിട്ട് ഒരു ഹൈക്കിംഗ് സ്പോട്ടാണ്. അത് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഇത് 11 കിലോമീറ്റേഴ്സ് ഉള്ള ഒരു വാക്കിംഗ് ട്രയലാണ്. ഏകദേശം 2 to 3 മണിക്കൂർ എടുക്കും ഇത് ഫിനിഷ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് പോയാലോ? ഇവിടെയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ വഴിയിലാണ് നമുക്ക് പോകേണ്ടത്. ഈ വഴിയാണ് നമുക്ക് നടന്ന് മുകളിലേക്ക് പോകേണ്ടത്. നമ്മൾ ഈ ഗേറ്റ് ചാടിക്കടന്ന് പോവുകയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഏകദേശം ഒരു ടോട്ടൽ ഒരു 3 hours നമുക്ക് ഇതേപോലെ നടക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട ഫുഡും വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മളൊരു ബാഗിൽ കരുതിയിരിക്കണം. അല്ലാണ്ട് വേറെ നമുക്ക് എങ്ങനെ കിട്ടാനായിട്ട് വേറെ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 1 കിലോമീറ്ററോളം ഈ വഴിയിലൂടെ നമ്മൾ നടന്ന് ചെല്ലുമ്പോഴാണ് സ്റ്റെയർവേ ടു ഹെവൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ ഏരിയയിൽ നമുക്ക് ഫുൾ വുഡൻ പാത്സ് ആയിരിക്കും നമ്മൾ നടക്കുന്ന വഴി. ആടിനെയൊക്കെ കണ്ട് നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് നടന്ന് പോകാനായിട്ട് സാധിക്കും. ഇവിടെ ഫുള്ള് ആടിനെ മേയുന്ന സ്ഥലമാണ്. ആ കാണുന്ന വഴികളിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ക്ലിയർ ആണോന്ന് എനിക്കറിയില്ല. അത്ര ദൂരം നമുക്ക് നടക്കാനുള്ളതാണ്. അതിനുശേഷമാണ് നമ്മുടെ ശരിക്കുള്ള സ്റ്റെയർവേ ടു ഹെവൻ്റെ വുഡൻ പാത്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ചങ്ങ് പോന്നു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഇതേപോലെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഇനി 2.75 കിലോമീറ്ററിനൂടെ നമുക്ക് ഇതേപോലെ നടക്കാനായിട്ടുണ്ട്. ഇവിടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ മുതൽ ഏകദേശം നല്ലൊരു കയറ്റം സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഞങ്ങൾ ഏകദേശം പകുതി വഴി ആയി.
നടക്കാനായിട്ടുണ്ട്. അവസാനം നമ്മൾ സ്റ്റെയർവേ ടു ഹെവൻ്റെ വുഡൻ പാത്ത് വേസ് കണ്ടു തുടങ്ങി. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ താഴെയുള്ളൂ ഇനി നമുക്ക് ഈ വുഡൻ പാത്ത്സ് കാണാനായിട്ട്. അങ്ങനെ ഏകദേശം 4 കിലോമീറ്ററുകൾ പിന്നിട്ട് ഞങ്ങൾ സ്റ്റെയർവേ ടു ഹെവൻ്റെ വുഡൻ പാത്ത്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. മുതലാണ് ശരിക്കും സ്റ്റെയർവേ ടു ഹെവൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, വുഡൻ പാത്ത്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വുഡൻ പാത്ത്സ് വഴി നമ്മൾ കുറച്ചുകൂടെ പോയി കഴിയുമ്പോഴാണ് സ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കയറാം. വാ, നമ്മൾ വുഡൻ പാത്ത്സിലേക്ക് കയറി. ഇനി മൊത്തം മുകളിലേക്കുള്ള വഴികൾ മൊത്തം ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പാത്വേയുടെ ഏകദേശം 4/1 ഭാഗം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട്. അയർലൻഡിൽ സമ്മർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലാണ്. പക്ഷേ ഇവിടെ ചെറുതായിട്ട് തണുത്ത കാറ്റുള്ളതുകൊണ്ട് നമുക്കങ്ങനെ നടക്കുന്നതിനായിട്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വരുന്നവർ തീർച്ചയായിട്ടും വെള്ളവും അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ശരിക്കുള്ള സ്റ്റേഴ്സ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നതാണ്, വീഡിയോ ക്ലിയർ ആണോ എന്ന് അറിയില്ല, ഈ കാണുന്നതാണ് നമ്മൾ കയറാൻ പോകുന്ന സ്റ്റേഴ്സ്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ എത്തുന്നത്. അവിടെ നിന്ന് നമുക്ക് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ചെറുതായിട്ട് സ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാപ്പിട്ടാണ് സ്റ്റേഴ്സ് വരുന്നത്. അങ്ങോട്ടേക്ക് ചെല്ലും തോറും ഗ്യാപ്പ് കുറഞ്ഞ് നോർമൽ സ്റ്റേഴ്സായിട്ട് മാറും. സ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് മുതൽ കുത്തിനുള്ള സ്റ്റേഴ്സാണ്. നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞു. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ കയറി വന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുകളിലേക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ അടുപ്പിച്ചുള്ള സ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ചുകൂടെ ചെന്ന് കഴിയുമ്പോൾ ഹാൻഡ് റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മെയിനായിട്ടുള്ള സ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഉള്ളത് സ്റ്റെയർവേ ടു ഹെവൻ്റെ അവസാന 1 കിലോമീറ്ററിൽ 480 വുഡൻ സ്റ്റേഴ്സ് ആണുള്ളത്. ഇത് കയറി നമ്മൾ എത്തുന്നത് ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ഇപ്പോൾ കാണുന്നതാണ് നമ്മൾ സ്റ്റെയർവേ ടു ഹെവനിലെ ഏറ്റവും നല്ലൊരു വ്യൂ. അതായത് നമ്മൾ നടന്നു വന്നിരിക്കുന്ന വഴി നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ വളഞ്ഞ് വന്നിരിക്കുന്ന വഴി കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സ്റ്റേഴ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന വ്യൂസ് സമ്മറിലും വിൻ്ററിലും 2 തരത്തിലായിരിക്കും. ഇപ്പോൾ നമ്മൾ സമ്മറിലാണ്. ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു 10:30 സമയമായിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇവിടെ നല്ല വെയിലുണ്ട്. ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും വിൻ്റർ ടൈമിൽ. ഇപ്പോൾ കാറ്റുണ്ട്, പക്ഷെ അത് ഭയങ്കര ഒരു കാറ്റല്ല,
നമുക്ക് ഒരു സുഖമുള്ളൊരു കാറ്റാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ടോപ്പിൽ എത്താറായിട്ടുണ്ട്. സ്റ്റെയർ സ്റ്റിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നൊരു വ്യൂ ആയിരിക്കും വിൻ്റർ ടൈമിൽ വരുമ്പോൾ. ആ സമയത്ത് നമുക്ക് ജാക്കറ്റും കാര്യങ്ങളൊക്കെ വേണം. ഇപ്പോൾ നമുക്ക് നോർമൽ ഡ്രസ്സിൽ വരാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ സ്റ്റെയർ വേ ഓഫ് ഹെവൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.